ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത്. ഒരു IPO, ഇപ്പം HSBCയുടെ IPO, കാനറ HSBCയുടെ IPO നടന്നു. നമ്മൾ ബൈ ചെയ്യുന്ന നോർമൽ ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന്റെ കൂടെ എപ്പോഴും നമുക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൂടെ കാണും. ആ കമ്പനിയുടെ AGM അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുമ്പോൾ കമ്പനി എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ആ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടിങ്ങും അതിനകത്ത് നടക്കാറുണ്ട്. നമ്മൾ ആ മീറ്റിംഗിലൊന്നും പോകാറില്ല. നോർമലി നമുക്ക് മെയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ദേ ആർ ദി അൾട്ടിമേറ്റ് ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഫുൾ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. പിന്നെ പ്രോഫിറ്റ്സിൽ ഡിവിഡൻസ് ത്രൂ അവർക്ക് ഷെയർ കിട്ടും. ഹയസ്റ്റ് റിസ്ക് ആൻഡ് ഹയസ്റ്റ് റിവാർഡ് പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. പിന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇനി പ്രിഫറൻസ് ഷെയർസ് ഇവരിൽ തമ്മിൽ എങ്ങനെയാ വ്യത്യാസം എന്ന് വെച്ചാൽ, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആരാന്ന് വെച്ചാൽ ആ വേർഡ് തന്നെ ഉണ്ട്, പ്രിഫറൻസ്. അവർക്ക് പ്രിഫറൻസ് കിട്ടും. എന്തിലെല്ലാം പ്രിഫറൻസ് കിട്ടും? ഡിവിഡൻഡ് പേ ചെയ്യാൻ നേരത്തെ അവരുടെ ഡിവിഡൻഡ് പേ ചെയ്തിട്ട് ബാക്കിയുള്ള ഇക്വിറ്റി ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് പേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഡിവിഡൻഡിൽ പ്രിഫറൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റീപേയ്മെന്റിലും പ്രിഫറൻസ് ഉണ്ട്. അതായത് ആ കമ്പനി പൂട്ടിപ്പോയി, കമ്പനി വൈൻഡപ്പ് ആയി കഴിഞ്ഞാൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കൂ. ക്ലിയർ ആണോ സാറേ? ക്ലിയർ. വോട്ടിംഗ് റൈറ്റ്സ് ഇക്വിറ്റിക്കാർക്കുണ്ട്, പക്ഷെ അത് പ്രിഫറൻസുകാർക്ക് വരത്തില്ല. ഓക്കെ, അവർക്ക് പകരം പ്രിഫറൻസ് കിട്ടും എവിടെയൊക്കെ ഡിവിഡൻഡ് പേയ്മെന്റിലും വൈൻഡപ്പ് ആകുമ്പോൾ ക്യാപിറ്റൽ റീപേയ്മെന്റിലും അവർക്ക് പ്രിഫറൻസ് കിട്ടും. പിന്നെ അവരുടെ ഡിവിഡൻഡ് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുതലാണോ കുറവാണോ എന്നനുസരിച്ചല്ല. സപ്പോസ് അവർക്ക് എല്ലാ വർഷവും കാണും 10% ആണ് നിങ്ങളുടെ ഫിക്സഡ് ഡിവിഡൻഡ്. 10% ഡിവിഡൻഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ള എല്ലാ വർഷവും കിട്ടുമെന്ന് ആദ്യമേ അവർക്ക് ഡിക്ലെയർ ചെയ്യും. പക്ഷെ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് അങ്ങനെയല്ല. അതാത് വർഷം കമ്പനിയുടെ ബോർഡ് ആ വർഷത്തെ ആനുവൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യും, ഇക്വിറ്റിക്കാർക്ക് ഈ വർഷം നമുക്ക് 4 രൂപ കൊടുക്കാം ഒരു ഷെയറിന്, അല്ലെങ്കിൽ അടുത്ത വർഷം പ്രോഫിറ്റ് കൂടുതലാണ് ചിലപ്പോൾ 10 രൂപ കൊടുക്കും. ഇറ്റ് വേരീസ്, ഇറ്റ് മേ വേരി എവറി ഇയർ. പക്ഷെ ഡിവിഡൻഡ് ഓൾവേസ് ഫോർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫിക്സഡ് ഡിവിഡൻഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ്, ലോവർ റിസ്ക് ആണ്. അവർക്ക് ലോവർ റിസ്ക് ആണ്. പക്ഷെ എപ്പോഴും ഒരു FD ഇട്ടിട്ട് സ്ഥിരമായി കിട്ടുന്ന ഇൻട്രസ്റ്റ് പോലെ അവർക്ക് ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ കുറച്ച് അതിനകത്ത് ഒരു FDയുടെ ഒരു കോമ്പോണന്റ് പോലാണ് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസ്. അപ്പൊ അവർക്ക് ലോവർ റിസ്ക് ആണ്. പക്ഷെ അതേസമയം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഹയർ റിസ്ക് ഉണ്ട്, ഹയർ റിവാർഡും ഉണ്ട്. ഇപ്പൊ കമ്പനിക്ക് ഭയങ്കരമായി പ്രോഫിറ്റ് വന്നെങ്കിൽ കമ്പനി പറയാം 20 രൂപ കൊടുക്കാം ഒരു ഷെയറിന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നല്ല റിവാർഡ്സും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് അങ്ങനെ വരുന്ന സമയങ്ങളിലും അവരുടെ റിട്ടേൺ ഫിക്സഡ് ആയിരിക്കും, 10% എന്നുള്ളത്. അപ്പൊ ഇതാണ് രണ്ട് ഡിഫറെന്റ് ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് ഷെയർ. ഇവർ രണ്ടുപേരും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഷെയർസ് വാങ്ങും. പക്ഷെ ഇക്വിറ്റിക്കാർക്കാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്. പക്ഷെ അവർക്ക് ചില നെഗറ്റീവ്സ് ഉണ്ട്. അത് റിസ്ക് കൂടുതലാണ്. ക്യാപിറ്റല് വൈൻഡപ്പ് ആകുമ്പോൾ ക്യാപിറ്റൽ അവർക്ക് ലാസ്റ്റിലേ കിട്ടത്തുള്ളൂ. അവർ അൾട്ടിമേറ്റ് ഓണേഴ്സ് ആണ്. അപ്പൊ ഏറ്റവും അവസാനമേ അവർക്ക് ബാക്കിയുള്ള പൈസ കിട്ടത്തുള്ളൂ. പിന്നെ അവരുടെ മെച്ചം എന്താന്ന് വെച്ചാൽ ഇതാണ്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഓപ്പർച്യൂണിറ്റീസ് അവർക്കും ഉണ്ട്. അതായത് ഇപ്പൊ അവര് 100 രൂപയുടെ ഒരു ഷെയർ വാങ്ങി, നാളെ അത് 500 രൂപയാകും. അപ്പൊ അത് മാത്രമാണ് അവർക്ക് ആകെ ഒരു അല്ലാണ്ട് മെച്ചമുള്ളത്. ഇപ്പൊ അത് അത്രയും വർഷം കഴിഞ്ഞ് അവരുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അപ്രിഷിയേറ്റ് ആകും. പക്ഷെ അത് കൂടാണ്ട് അവർക്ക് റിസ്ക് ഉള്ളതെന്ന് വെച്ചാൽ കമ്പനി വൈൻഡപ്പ് ആവുകയാണെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഫിക്സഡ് ആയിട്ട് ഒരു ഡിവിഡൻഡ് കിട്ടണം നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് കാറ്റഗറി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ. ഇവർ അൾട്ടിമേറ്റ് ഓണർഷിപ്പ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. പ്രിഫറൻസിന് പ്രിവിലേജ്ഡ് ഓണർഷിപ്പ്, പക്ഷെ സ്പെസിഫിക് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെ ഡിവിഡൻഡ് ഒക്കെ കിട്ടുന്ന വെച്ചാൽ പെയ്ഡ് ആഫ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യം ഡിവിഡൻഡ് കൊടുക്കുന്നത്. അവരുടെ റേറ്റ് അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റിക്കാർക്ക് കിട്ടത്തുള്ളൂ. ഇക്വിറ്റിക്കാർക്ക് റേറ്റ് ഫിക്സഡ് അല്ല. പക്ഷെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും ആദ്യം ഡിവിഡൻഡ് കിട്ടും, അവരുടെ റേറ്റും ഫിക്സഡ് ആയിരിക്കും. ക്യാപിറ്റൽ റീപേയ്മെന്റിന്റെ ഇത് വരുമ്പം ഇവരുടെ ലാസ്റ്റ് ആണ് റീപേഡ് ഡ്യൂറിങ് വൈൻഡപ്പ്. ലാസ്റ്റ് റീപേയ്മെന്റ് ആയിരിക്കും ഇക്വിറ്റിക്കാർക്ക് പോകുന്നത്. ഡിവിഡൻഡുകാർക്ക് ഇക്വിറ്റിക്കാർക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മേളിലായിരിക്കും ഇവരുടെ
സ്റ്റാൻഡിങ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ മുമ്പേ കിട്ടും. ഹയസ്റ്റ് റിസ്ക് ഹയസ്റ്റ് റിവാർഡ്, ലോവർ റിസ്ക് ഫിക്സഡ് റിട്ടേൺസ് ഫോർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ഡിഫറൻസ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പഴയ സ്റ്റേറ്റ്മെന്റിലോട്ട് തിരിച്ചു വരാം. ഈ പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെ നെറ്റ് പ്രോഫിറ്റ് 1.5 lakhs ആയിരുന്നു നമ്മുടെ ഇതില്. ഇവിടം വരെ നമ്മൾ ചെയ്തു ലാസ്റ്റ് ലെക്ചറിൽ. ഇനിയും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കമ്പനിയുടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. കമ്പനിയുടെ ആ വർഷത്തെ ബോർഡ് മീറ്റിംഗിൽ തീരുമാനമെടുത്തു, ഇനി നമുക്ക് ഈ പൈസ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം പോകുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്കായിരിക്കും. അതായത് കമ്പനി ആ വർഷത്തെ ഡിക്ലെയർ ചെയ്തു, പ്രോഫിറ്റ് ഇത്രയും വന്നു, കമ്പനി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നു. അപ്പൊ ബോർഡ് മീറ്റിംഗിൽ തീരുമാനം എടുത്തു, അത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. ഇതിന് കുറച്ച് പൈസ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം എന്ന് പറയുമ്പോൾ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പം 150 നിന്ന് 20,000 രൂപ ഡിവിഡൻഡ് ആയിട്ട് ഫസ്റ്റ് കമ്പനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മാറ്റിവെച്ചു. അപ്പൊ 20,000 മാറ്റിവെച്ചു. പിന്നീടുള്ള തുക അത് കഴിഞ്ഞിട്ട് കുറച്ചിട്ടുള്ളതാണ് 1.3 lakhs. അതാണ് ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പൈസ. അപ്പൊ ഇതിലും ഇക്വിറ്റിക്ക് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. അപ്പൊ കമ്പനി വീണ്ടും തീരുമാനം എടുക്കുന്നു, ഇനി ഈ പൈസയിൽ നിന്ന്, ഈ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ, അതിൽ നിന്ന് നമുക്ക് 1 ലക്ഷം രൂപ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അപ്പം 1 ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി 30,000 രൂപ. ഇതിനെയാണ് നമ്മൾ ഫൈനലി റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതായത് ഈ പൈസയാണ്, ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് കമ്പനി തിരിച്ച് ബിസിനസ്സിലോട്ട് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫ്യൂച്ചർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായിട്ട് തിരിച്ച് അപ്പൊ അതെന്താ നടക്കുന്നത്, തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സെക്ഷനിലോട്ട് പോകും. റീറ്റെയിൻഡ് ഏർണിങ്സ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബിസിനസ്സിലോട്ട് തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത്, ആദ്യം നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞ പോലെ തന്നെ പാറ്റ് ഡിസ്കസ് ചെയ്തു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അത് 1.5 lakhs ആയിരുന്നു. അതിൽ നിന്ന് ബോർഡ് മീറ്റിംഗിലെ ഡിസിഷൻ പ്രകാരം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിക്കാണ്. അവർക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള തുക കമ്പനി ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നു. അപ്പൊ അവർക്ക് ഇത്ര രൂപ കൊടുത്തു. അതും കഴിഞ്ഞിട്ട് പിന്നെ റിമൈനിങ് അമൗണ്ടിനാണ് ഫൈനൽ റീറ്റേൺഡ് ഏർണിംഗ് എന്ന് പറയുന്നത്. ഈ റീറ്റേൺഡ് ഏർണിംഗ് ആണ് ഇനി കമ്പനിയിലോട്ട് തിരിച്ച് പോകുന്ന പൈസ. അത് റിട്ടേൺ ടു ക്യാപിറ്റലിലോട്ട് തിരിച്ചു പോകും. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സെക്ഷനിൽ റീറ്റേൺഡ് ഏർണിംഗ്സ് ഫ്രം P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് അവിടെ കാണിക്കും. ഇത് റീഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ ഇട്ടു തിരിച്ച്. ക്ലിയർ ആണോ ഇത്രയും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്യാം സർ കേട്ടായിരുന്നോ ഈ പോർഷൻ? ഞാൻ കുറച്ച് മാത്രമേ കേട്ടുള്ളൂ, ഇപ്പൊ കയറിയതേ ഉള്ളൂ. അപ്പൊ അതില് ഞാൻ പറഞ്ഞ രണ്ട് ടേംസ് ആണ് പുതുതായിട്ട് പറഞ്ഞ, പ്രിഫറൻസ് ഷെയർ ഹോൾഡറും ഇക്വിറ്റി ഷെയർ ഹോൾഡറും. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്നുള്ള ഡേറ്റയിൽ കേട്ടായിരുന്നു. ഫസ്റ്റ് ഡിവിഡൻഡ് അവർക്ക് കൊടുക്കുന്നതിന്റെ അതെ ഇൻ കേസ്. അതെ, വിദ്യ മാഡം ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് പറയാമോ പ്രിഫറൻസ് ഷെയർ ഹോൾഡറും ഇക്വിറ്റി ഷെയർ ഹോൾഡറും തമ്മിലുള്ള? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നതിന്റെ ഇത്ര പെർസെൻറ്റേജ് ഫിക്സ്ഡ് ആയിരിക്കും അവർക്ക് എല്ലാ വർഷവും. അതിലപ്പോൾ അവർക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് കുറവാണ്, പക്ഷെ ഒരു ഫിക്സഡ് എമൗണ്ട് പോലെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് ലിങ്ക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ ഇതിന്. അപ്പൊ ബിസിനസിന്റെ ഇതനുസരിച്ച് റിസ്ക് അനുസരിച്ച് ചാൻസസ് ഇത് കൂടും. പക്ഷെ നല്ല പ്രോഫിറ്റിലാണെങ്കിൽ ഹയർ റിട്ടേൺസും കിട്ടും. ഇപ്പൊ ഒരു കമ്പനി അത് ഇതാവുകയാണെങ്കിൽ തന്നെ, ഡിസോൾവ് ആവുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് ഹോൾഡേഴ്സിന്റെ ഇത് കൊടുത്തതിന് ശേഷം പിന്നീട് ബാക്കി ഉണ്ടെങ്കിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർസിന്റെ പോർഷൻ കൊടുക്കുള്ളൂ. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബോർഡില് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, മറ്റവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നുമില്ല. അപ്പൊ ഇതാണ് രണ്ട് ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ഷെയർ ഹോൾഡർ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ രണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇക്വിറ്റിയും പ്രിഫറൻസും. ഇപ്പൊ പ്രിഫറൻസ് എന്നുള്ളത് രണ്ട് രീതിയിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് റിട്ടേൺസ് കൊടുക്കും, പിന്നെ അവർക്കായിരിക്കും പ്രോഫിറ്റിൽ നിന്ന് ആദ്യം റിട്ടേൺസ് പോകുന്നത്. പിന്നെ കമ്പനി വൈൻഡപ്പ് ആകുമ്പോഴും അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ആയിരിക്കും ആദ്യം തിരിച്ചു കിട്ടുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ ആദ്യം തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പൈസ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ചെയ്യത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ. എന്നിട്ട് ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് നമ്മളിപ്പോ കണ്ടത്. ഇപ്പൊ പാറ്റ്
150 ആയിരുന്നു. അപ്പൊ ആദ്യം പൈസ കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 20,000 കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പൈസ 130 നിന്നാണ് എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതുകൂടെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഫൈനലി റീറ്റേൺഡ് ഏർണിങ്സ്, അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെയാണ് റീഇൻവെസ്റ്റ്മെന്റ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കുറച്ച് റേഷ്യോസ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് റേഷ്യോസ് ഉണ്ട്. ഈ ഫോർമുലാസ് ഒന്ന് നോട്ട് ചെയ്തോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ഏർണിങ്സ് പെർ ഷെയർ, EPS എന്ന് പറയും, ഏർണിങ്സ് പെർ ഷെയർ. ഇതിന്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ന്യൂമറേറ്ററിൽ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഡിനോമിനേറ്ററിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദാറ്റ് കമ്പനി. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മുടെ ഇത് ഡിനോമിനേറ്ററിൽ വരും. അപ്പം ഏർണിങ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുകയാണ് ഇവിടെ. ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് എത്ര പൈസ ബാക്കി ഉണ്ടായിരുന്നു ഡിവിഡൻഡ് കുറച്ചിട്ട്? അവർക്ക് 130 ഉണ്ടായിരുന്നു. ഏർണിങ്സ് അവൈലബിൾ ടു ഇത് 130. നമ്പർ ഓഫ് ഷെയർസ് അസ്യൂം ചെയ്യുക 1000 ആണ്. അപ്പൊ 1,30,000 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ ഇത് എത്ര വരും? 130 രൂപ. അതായത് ഒരു ഷെയറിന്റെ എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, ഒരു ഷെയർ ഹോൾഡർ എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, അതിന്റെ കണക്ക് ഏർണിങ്സ് പെർ ഷെയർ. അപ്പൊ കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഉണ്ടെന്ന് നോക്കുന്നു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. അഗെയിൻ ഡിവിഡൻഡ് പെർ ഷെയർ. ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. അപ്പം ഇതിനകത്ത് അഗെയിൻ നോക്കുവാണെങ്കിൽ ഡിവിഡൻഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ 1,00,000 രൂപയാണ് കമ്പനി തീരുമാനിച്ചത്. അപ്പോൾ 1,00,000 രൂപ ന്യൂമറേറ്ററിൽ വരും. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 1000 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1000, 1,00,000, 100 രൂപ. ₹100 ആണ് ഡിവിഡൻഡ് ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്നത്. ഒരു ഷെയർ ഉള്ള ആൾക്ക് 100 രൂപയാണ് ഡിവിഡൻഡ് വരുന്നത്. ക്ലിയർ ആണോ ഈ രണ്ടും? ഇപ്പൊ നമ്മളിപ്പം ഓരോ ബാങ്കുകൾ, ഇപ്പൊ നമ്മൾ കാനറ ബാങ്ക് 8 രൂപയുടെ ഡിവിഡൻഡ് തന്നു എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിന് 8 രൂപ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതെങ്ങനെ അറിയാന്ന് വെച്ചാൽ ഇങ്ങനെ ടോട്ടൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എല്ലാം കൂടെ എത്ര ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഇപ്പൊ മൊത്തം 1,00,000 രൂപ ഉണ്ടായിരുന്ന 1000 ഷെയർ ഹോൾഡേഴ്സ് എന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് ഒരു ഷെയർ ഹോൾഡറിന് 100 രൂപയുടെ ഡിവിഡൻഡ് കിട്ടി. ഇതിനെയാണ് ഡിവിഡൻഡ് പെർ ഷെയർ. ഏർണിംഗ് പെർ ഷെയറിന്റെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് അല്ല നോക്കുന്നത്, ടോട്ടൽ ഏർണിങ്സ്. ഇവിടെ ടോട്ടൽ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡറുടെ പൈസ മാറ്റി വെച്ചതിന് ശേഷമുള്ള എമൗണ്ടിനെയാണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. 1,30,000. 1,30,000. ഈ ഫോർമുല ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ ഈ ഫോർമുല ഒന്ന് എഴുതി വെച്ചേക്കണം. പിന്നെ ലാസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് റേഷ്യോ, PE റേഷ്യോ, പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ. പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ അതിന്റെ അർത്ഥം എന്താണ്? പ്രൈസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ, കറന്റ് മാർക്കറ്റ് റേറ്റ് എത്ര ആണ്. ഇപ്പം അപ്പോളോ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ ഷെയർ എടുത്ത് നോക്കി, സപ്പോസ് കറന്റ് മാർക്കറ്റ് 3,000 രൂപയാണ്. അത് അവര് ഡിവൈഡ് ചെയ്യും, ഏർണിങ്സ് പെർ ഷെയറുമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ആ റേഷ്യോ ആണ് PE റേഷ്യോ എന്ന് പറയുന്നത്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. PE റേഷ്യോ എന്ന് പറയാം, PE മൾട്ടിപ്പിൾ എന്ന് പറയാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കെ. നമ്മൾ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ജസ്റ്റ് ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. ഏർണിങ്സ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ, പിന്നെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, PE റേഷ്യോ. PE റേഷ്യോയുടെ ന്യൂമറേറ്ററിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ, കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. താഴെ ഈ മേളിൽ എഴുതിയ EPS എന്ന് പറഞ്ഞ നമ്പറാണ് താഴെ വരുന്നത്. നോട്ട് ചെയ്തോ എല്ലാരും? ചെയ്തു. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്.
ഇവിടെ കാണാം. ഇതാണ് ഫോർമുലാസ് നമ്മുടെ. ഇതായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇതാണ് നെറ്റ് പ്രോഫിറ്റ് പാറ്റ്. എല്ലാം നെറ്റ് പ്രോഫിറ്റ് അറൈവ് ചെയ്തതിന് ശേഷമുള്ള കാൽക്കുലേഷൻസ് ആണിത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് വരെയുള്ള റേഷ്യോസ് ആണ് കണ്ടത്. ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് കമ്പനിക്ക് ഡിക്ലെയർ ആയി, അതിന് ശേഷം വരുന്ന കാറ്റഗറിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ഇതൊക്കെ ബാധകമുള്ളൂ. അതില്ലാത്ത കമ്പനീസിന് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനി ഷുഡ് ബി പ്രോഫിറ്റബിൾ, എന്നാലേ ഡിവിഡൻഡിന്റെ കാര്യമൊക്കെ വരത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഫിറ്റ് ആകണം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇനി ഈ ഫോർമുല വെച്ചിട്ട് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതില് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ 3000 രൂപ ഒരു ഷെയർ. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഒരു ഷെയറിന് 3000 ആണെന്ന് അസ്യൂം ചെയ്യുക. നമ്പർ ഓഫ് ഷെയർസ് അല്ലെ ഷെയർ ഹോൾഡേഴ്സ്, നമ്പർ ഓഫ് ഷെയർസ് എഴുതിക്കുക. 1000 ഷെയർസ് ഉണ്ട് ഇപ്പൊ ആ കമ്പനിയിൽ. സപ്പോസ് 1000 ഷെയർസ് ഉണ്ട്. നമ്പർ ഓഫ് ഷെയർസ് 1000 ഉണ്ട്. നമ്പർ ഓഫ് ഷെയർസ് 1000 ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ഒരു ഷെയറിന് 3000 ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് കാൽക്കുലേഷൻസ് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് EPS കാൽക്കുലേറ്റ് ചെയ്യാം. ഏർണിംഗ് പെർ ഷെയർ. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ ഏർണിംഗ്സ് ആണ്. ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. പക്ഷെ എപ്പോഴും ഡിവിഡൻഡ് ഷെയർ ഹോൾഡറിന്റെ പൈസ മാറ്റി വെച്ചിട്ടുള്ള പ്രോഫിറ്റ്. അപ്പൊ അത് ഇത് വരും. 1,30,000 ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതാണ് 1,30,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് 1000. അപ്പൊ EPS വന്നു ₹130. ഒരു ഷെയർ എന്റെ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എത്ര എന്നാണ് ഇത് കാൽക്കുലേറ്റ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ഷെയർ എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യും? 130. ഇത് ക്ലിയർ ആണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ഡിവിഡൻഡ് പെർ ഷെയർ. ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് നമ്മൾ നോക്കുമ്പോൾ അഗൈൻ എല്ലാം ഇക്വിറ്റി ആംഗിൾ ആണ് നോക്കുന്നത്. ഇക്വിറ്റി ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ്. ഇപ്പം 130 ആയിരുന്നു ഏർണിങ്സ്. അത് മൊത്തം കൊടുത്തില്ല ഡിവിഡൻഡ് ആയിട്ട്. അതിന് 1,00,000 രൂപ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി റീറ്റെയിൻഡ് ഏർണിങ്സിൽ പോയി. അപ്പം ശ്യാം സർ ഒന്ന് പറയാമോ? അപ്പൊ ന്യൂമറേറ്ററിൽ എത്ര വരും എമൗണ്ട്? ഡിവിഡൻഡ് ഡിക്ലയർഡ് ഫോർ ഇക്വിറ്റി ഷെയർ. ഡിക്ലെയർഡ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡർ. ഇത് 1,00,000 രൂപയാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഏർണിങ്സ് മൊത്തം 30 ഉണ്ടായിരുന്നു. അത് ഫുള്ളും കൊടുത്തിട്ടില്ല ഡിവിഡൻഡ് ആയിട്ട്. അതിന് 1,00,000 രൂപ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 30 റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ 1,00,000 രൂപയാണ് ന്യൂമറേറ്റർ. ഓഫ് ഷെയർസ് ആ കമ്പനിയിൽ 1000 ഷെയർസ്. അപ്പൊ ഇത് ആൻസർ വരുന്ന 1000 പോയി കഴിഞ്ഞാൽ 100 രൂപ വരും. ₹100. ഇതിന് ഡിവിഡൻഡ്, ഇങ്ങനെയാണ് ഡിവിഡൻഡ് കണ്ടുപിടിക്കുന്നത്. ഒരു ഷെയറിന് എത്ര ഡിവിഡൻഡ് ആയെന്ന് വെച്ചാൽ 100 രൂപയാണ് ആ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഒരു ഷെയറിന്. ഫോർമുല എന്ന് വെച്ചാൽ ആദ്യം എത്രയാണ് ടോട്ടൽ എമൗണ്ട് എന്ന് നോക്കുക. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് പ്രിഫറൻസ് അല്ല നമ്മൾ സംസാരിക്കുന്നത്, ഇക്വിറ്റിക്കാണ്. ഇക്വിറ്റിക്ക് പ്രിഫറൻസിന്റെ ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞു 20,000. അത് കുറച്ച് തുക വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റേഷ്യോ, PE റേഷ്യോ. PE റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ടു ഏർണിംഗ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രൈസ് ആണ്? മാർക്കറ്റ് പ്രൈസ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ മാർക്കറ്റിൽ ആ ഷെയറിന് എന്താ വില ഡിവൈഡഡ് ബൈ EPS. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച EPS, ഏർണിംഗ്സ് പെർ ഷെയർ. ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് 3000 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. EPS നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് 130 ആണ്. ഇത് എത്ര എന്ന് വർക്ക്ഔട്ട് ചെയ്യാം? 23.07. 23.07. PE ratio is 23.07. റഫ്ലി 23 എന്ന് വിചാരിക്കാം. PE equal to current market price divided by EPS. ഇപ്പൊ ഞാൻ തിരിച്ച് ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ EPSന്റെ വേറൊരു ഫോർമുല കിട്ടുന്നുണ്ട്. PE റേഷ്യോ ഇൻറ്റു കറന്റ് മാർക്കറ്റ് പ്രൈസ്. PE റേഷ്യോ ഇൻറ്റു കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഈ ഫോർമുല തന്നെ. സോറി,
തെറ്റിച്ചു, ഒരു മിനിറ്റ്. ഉം. സോറി, ഇവിടെ നമ്മൾ ഇതേ ഫോർമുല ഉപയോഗിച്ച് Current കറന്റ് market മാർക്കറ്റ് price പ്രൈസ് ഉള്ളത് എനിക്ക് അറിയണമെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ ഫോർമുല എന്തായാലും PE, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഇൻറ്റു EPS. അതായത് ഈ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് 23 ടൈംസ് ഓഫ് ഏർണിംഗ്സ് പെർ ഷെയർ, 130 രൂപ. എന്റെ ഒരു ഷെയറിന്റെ 123 തവണയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ PE റേഷ്യോയുടെ ഒരു ഗുണം കണ്ടുപിടിച്ചത്. PE റേഷ്യോ 23 എന്നർത്ഥം എന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, അതായത് 3000 രൂപ ഈസ് ആക്ച്വലി 23 ടൈംസ് ഒരു ഷെയറിന്റെ വില, ഒരു ഷെയറിന്റെ ഏർണിംഗ്. ക്ലിയർ ആയോ? ഉം. അപ്പൊ ആദ്യം PE റേഷ്യോ കണ്ടുപിടിച്ചു, 23 ആണ്. PE റേഷ്യോ 23 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, എന്റെ ഒരു ഷെയറിന്റെ വില 130 ആണെങ്കിൽ ഏർണിങ്സ് 130, അതിന്റെ 23 ടൈംസ് ആണ് ഇപ്പം. അതായത് ഈ മാർക്കറ്റ് അതിനെ വാല്യൂ ചെയ്യുന്നത് എത്ര കൂടുതലാണോ കുറവാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന PE റേഷ്യോ വെച്ചിട്ടാണ്. അപ്പം ശരിക്കും ഒരു ഷെയറിന്റെ ഏർണിംഗ് എത്രയാണ്? 130. ഒരു ഷെയറിന്റെ ഏർണിംഗ് 130 ഉള്ളൂ. പക്ഷെ മാർക്കറ്റ് ആ ഷെയറിന് വില ഇട്ടേക്കുന്നത് 3000 ആണ്. അപ്പൊ എത്ര തവണ കൂടുതലാണ് എന്റെ ഒരു ഷെയറിന്റെ ഏർണിംഗ്? 23 ടൈംസ്. ക്ലിയർ ആണോ? അപ്പൊ അത് ഈ മാർക്കറ്റ് പ്രൈസിന്റെ വാല്യൂ, നമ്മളിപ്പം ഒരു പ്രോപ്പർട്ടിക്ക് വാല്യുവേഷൻ ഇടത്തില്ലേ, പ്രോപ്പർട്ടി വാല്യുവേഷൻ, ലാൻഡ് വാല്യുവേഷൻ, ബിൽഡിംഗ് വാല്യുവേഷൻ, അതുപോലെ തന്നെ ഷെയറിന്റെ വാല്യുവേഷൻ ആണ് ഈ PE റേഷ്യോ കാണിക്കുന്നത്. ഷെയറിന്റെ വാല്യുവേഷൻ ആണ് PE റേഷ്യോ കാണിക്കുന്നത്. ഷെയർ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? ഷെയർ വാല്യുവേഷൻ നമ്മൾ നോക്കുന്നത് PE റേഷ്യോ നോക്കിയിട്ടാണ്. എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ, PE റേഷ്യോ 23 എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഷെയറിന്റെ ഏർണിംഗ് 23 ടൈംസ് ആണ് ഇപ്പം മാർക്കറ്റ് അതിന് വില ഇട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങള് നമ്മുടെ വാല്യുവേഷൻ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ നമ്മൾ നോർമലി വാല്യുവേഷൻ റിപ്പോർട്ടിൽ ഗൈഡ് ലൈൻ റേറ്റ് എന്നൊരു റേറ്റ് കണ്ടിട്ടുണ്ടോ? ഗൈഡ് ലൈൻ റേറ്റ്, സർക്കാർ നിശ്ചയിക്കുന്ന ഒരു റേറ്റ്. ഓക്കെ, പിന്നെ അത് ഗൈഡ് ലൈൻ റേറ്റ് എഴുതും അയാള്, അത് കഴിഞ്ഞ് ഫൈനൽ മാർക്കറ്റ് വാല്യൂവും എഴുതും. ഇപ്പൊ ചിലപ്പോൾ ഗൈഡ് ലൈൻ റേറ്റ് 20 ലക്ഷമേ കാണത്തുള്ളൂ, സർക്കാർ റേറ്റ്. പക്ഷെ മാർക്കറ്റ് റേറ്റ് 1 കോടി രൂപയായിരിക്കും. ഇപ്പൊ 5 ടൈംസ്, ഇപ്പൊ കറന്റ് ഗൈഡ് ലൈൻ റേറ്റിന്റെ 5 ടൈംസ് ആണ് മാർക്കറ്റ് ആ പ്രോപ്പർട്ടി കിട്ടേക്കുന്ന വില. അതേ കോൺസെപ്റ്റ് തന്നെ ഷെയർ മാർക്കറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ PE റേഷ്യോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരും. അപ്പൊ ഇതിന്റെ ശരിക്കും ഒരു ഷെയർ തരുന്നതാണ് 130 രൂപയാണ്. അതിന്റെ 23 തവണ കൂടുതലാണ് മാർക്കറ്റ് അതിന് വില ഇട്ടേക്കുന്നത്, 3000 രൂപ. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ആ അപ്പൊ PE റേഷ്യോയുടെ ഗുണം എന്താന്ന് വെച്ചാൽ, നമുക്ക് ആ ഷെയർ കോസ്റ്റ്ലി ആണോ അല്ലെങ്കിൽ ഓക്കെ ആണോ അല്ലെങ്കിൽ ഒത്തിരി ചീപ്പ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ടൂളാണ് PE റേഷ്യോ. ഇപ്പൊ നിങ്ങൾ ഒരു ഷെയർ, നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ ആരെങ്കിലും ഷെയർസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാഡം, വിദ്യമേടെ ഏതെങ്കിലും ഷെയർ ഉണ്ടോ കയ്യിൽ? ഏതെങ്കിലും കമ്പനിയുടെ എടുത്തിട്ടുണ്ടോ? കാനറ ബാങ്കിന്റെ? വൈകിട്ടുള്ളത്. അപ്പൊ അതിന്റെ ജസ്റ്റ് പോയി നോക്കിയാൽ മതി PE റേഷ്യോ എത്ര. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് നിങ്ങളുടെ കറന്റ് റേറ്റിലെക്കാട്ടിലും എത്ര ടൈംസ് ആണ്, അതായത് ഏർണിങ്സ്, ഒരു ഷെയറിന്റെ ഏർണിങ്സിനെക്കാളും എത്ര ടൈംസ് ആണ് വില മാർക്കറ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ ആ ഷെയർ, അപ്പൊ ഒരു കാര്യം കൂടെ പഠിക്കാൻ പറ്റും. അതായത് എന്റെ ഒരു ഷെയറിന്റെ വില നമ്മൾ 130 ആയിരുന്നു. ഒരു ഷെയർ എനിക്ക് തന്ന ഏർണിങ്സ് പെർ ഷെയർ EPS 130 ആയിരുന്നു. മാർക്കറ്റ് അതിനിട്ടേക്കുന്ന വില 3000 ആണ്. അതായത് സപ്പോസ് ഒരു വർഷം എനിക്ക് 130 രൂപ ആ ഷെയർ തരുന്നെങ്കിൽ, അങ്ങനെ 130 അങ്ങനെ 130 എന്ന് പറഞ്ഞ് 23 തവണ, 23 ടൈംസ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 130 അവസാനം 23 തവണ ആകുമ്പോഴാണ് ആ 3000 എത്തുന്നത്. 23 ടൈംസിലാണ് 3000 കവർ ആവുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് 23 വർഷം ആ കമ്പനി സർവൈവ് ചെയ്യും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ സർവൈവ് ചെയ്യുന്ന മാർക്കറ്റ്, അതിനൊരു ഹോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ആ കമ്പനിക്ക് ഇത്രയും ഹൈ റേറ്റ് പോയേക്കുന്നത്. അപ്പൊ അത്രയും PE റേഷ്യോ കൂടുന്തോറും കമ്പനിയുടെ ഫെയ്ത്ത്, കമ്പനി നല്ല കമ്പനിയാണോ മോശം കമ്പനിയാണോ അങ്ങനെ നോക്കി അറിയാം.
കാരണം എന്റെ ഒരു വർഷത്തെ ഷെയറിന്റെ വില കിട്ടുന്ന എനിക്ക് ഏർണിങ്സ് കിട്ടുന്നത് 130 മാർക്കറ്റ് ഇട്ടേക്കുന്നത് 3000 അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ട എങ്ങനെയാ വെച്ചാൽ ഈ 130 23 പ്രാവശ്യം വന്നാലേ 3000 കവർ ആവത്തു. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ സെന്റിമെന്റ് എന്ന് പറഞ്ഞാൽ 3000 കവർ ആവുന്ന 23 വർഷമെങ്കിലും ആ കമ്പനി സർവൈവ് ചെയ്യും ഈ റേറ്റിൽ തന്നെ, എന്നാലേ 3000 ഒരു ലോജിക് ഉണ്ട്. അപ്പൊ ആ പ്രൈസിന്റെ ലോജിക് ആണ് ഇത്. PE റേഷ്യോ, അതുകൊണ്ടാണ് കമ്പനി വാല്യുവേഷൻ കോസ്റ്റ്ലി ആണോ. അപ്പൊ ചില സമയത്ത് PE റേഷ്യോ ഭയങ്കരമായ അന്യായമായ PE റേഷ്യോ ഒത്തിരി ഹൈ ആണെങ്കിൽ 30 ആണ്, അല്ലെങ്കിൽ 300 ആണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി കൂടുതലാണ്. മാർക്കറ്റ് അനാവശ്യമായിട്ട് ചില ഷെയറിന് പൈസ കൊടുക്കും തീരുമാനിക്കുന്നു, ഭയങ്കര കോസ്റ്റ്ലി ഷെയർ ആണ്, അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് PE റേഷ്യോ നോക്കിയിട്ടാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് കാണിക്കാം. ഇത് ഇന്നലത്തെ പത്രമാണ്, ഇന്നലത്തെ ബിസിനസ് ലൈൻ ആണിത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. PE റേഷ്യോ എന്ന് പറഞ്ഞിട്ടില്ല, ഇതാണ് PE റേഷ്യോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓരോ കമ്പനീസിന്റെ PE റേഷ്യോ പറഞ്ഞേക്കുവാണ്. ഇത് കണ്ടോ, ആരതി ഡ്രഗ്സ് 26. അപ്പൊ അതായത് അവരുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 312 ആണ്. ഓക്കെ, ആരതി ഡ്രഗ്സ് ഫോക്കസ് ചെയ്യുക. കറന്റ് മാർക്കറ്റ് പ്രൈസ് 312, PE റേഷ്യോ 26. ഇനി ഞാൻ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒന്നുകൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ആരതി ഡ്രഗ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആരതി ഡ്രഗ്സ് മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതിന്റെ PE റേഷ്യോ 26 ആയിരുന്നു. കറന്റ് മാർക്കറ്റ് പ്രൈസ് 314 ആയിരുന്നു. അതിന്റെ ഏർണിങ്സ് പെർ ഷെയർ, ഒരു ഷെയർ എത്ര രൂപ ഏൺ ചെയ്യുന്നു എങ്ങനെ കണ്ടുപിടിക്കാം ഫോർമുല വെച്ചിട്ട്. ഇപ്പൊ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? PE ഈസ് ഈക്വൽ ടു കറന്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS. ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്താകും? കറന്റ് മാർക്കറ്റ് അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട EPS ആണ്. EPS എങ്ങനെയാണ്? EPS ഈസ് ഈക്വൽ ടു കറന്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ PE റേഷ്യോ. ഇപ്പൊ 314/26. അപ്പൊ എത്ര ആണെന്ന് പറയാം. ആൻസർ 314/26 12, റഫ്ലി 12. അപ്പം ഏർണിങ്സ് പെർ ഷെയർ 12. അതായത് ഈ കമ്പനിയുടെ ഒരു ഷെയർ ഒരു വർഷം 12 രൂപയാണ് ഏൺ ചെയ്യുന്നത്, ₹12. പക്ഷെ മാർക്കറ്റ് അതിന് വില ഇട്ടേക്കുന്നത് 314 രൂപയാണ്. കാരണം PE മൾട്ടിപ്പിൾ 26 ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് അതിന്റെ ഹോപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത 26 വർഷമെങ്കിലും ആ കമ്പനി സർവൈവ് ചെയ്യുന്ന ഒരു ഹോപ്പാണ്. ഇനി നമ്മൾ ഇതേ എങ്ങനെ ശരിക്കും കമ്പയർ ചെയ്യുന്ന വെച്ചാൽ ഇതേ ഫീൽഡിലുള്ള മറ്റ് കമ്പനീസിനെ എടുക്കുക. ഈ ഡ്രഗ്സ്, ഇപ്പൊ റാൻബാക്സി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപ്പോളോ ഫാർമസി, അങ്ങനെയുള്ള ഏതെങ്കിലും ഇതേ ഫീൽഡിലുള്ള കമ്പനീസിനെ എടുക്കുക, അവരുടെ PE റേഷ്യോ നോക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഷെയർ കോസ്റ്റ്ലി ആണോ. അപ്പൊ എല്ലാവരും ചോദിക്കാറില്ലേ ഷെയർ വാങ്ങിക്കണോ? എപ്പോഴും ചുമ്മാതെ ഡയലോഗ് അടിയാണ്, ഈ ഷെയർ കൊള്ളാം. പക്ഷെ നമുക്ക് അറിയില്ല. എങ്ങനെ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ വഴി. നമ്മൾ PE റേഷ്യോ നോക്കുക, അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനീസിന്റെ PE റേഷ്യോ നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഷെയർ കോസ്റ്റ്ലി ആണോ ചീപ്പ് ആണോ, നമുക്ക് ബൈ ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ. അങ്ങനെയാണ് ശരിക്കും അനാലിസിസ് നടത്തുന്നത്. അപ്പൊ ഒരു ഷെയറിന്റെ കൃത്യമായിട്ട് വാല്യൂ, ഇപ്പോഴത്തെ വാല്യൂ കറക്റ്റ് ആണോ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആ ഷെയറിന്റെ ഒരു ഷെയറിന്റെ വില 12 രൂപയേ ഉള്ളൂ. മാർക്കറ്റ് അതിനിട്ടേക്കുന്നത് 314 ആണ്. അപ്പൊ അത്രയും വർത്തിറ്റ് ആണോ? 26 തവണ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വർത്തിറ്റ് ആണോ ആ കമ്പനി? അപ്പൊ നമ്മൾ മറ്റ് കമ്പനീസ് അതേ ഇതിൽ നോക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചതിന്റെ ഫുൾ പർപ്പസ്. PE റേഷ്യോ, ഡിവിഡൻഡ്, EPS. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത് ക്ലിയർ ആണ്, ഈ 3 റേഷ്യോസ്. ശ്യാം സർ? ഓക്കെ, ഓക്കെ, ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം, ടൈം